CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഹോട്ട് ന്യൂസിലേക്ക് സ്വാഗതം. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ കടവല്ലൂർ സ്വദേശിയെ കാപ്പ നിയമപ്രകാരം കുന്നംകുളം പോലീസ് ജയിലിലടച്ചു. കടവല്ലൂർ പടിഞ്ഞാറ്റുമുറി സ്വദേശി കൊട്ടിലിങ്ങൽ വീട്ടിൽ 26 വയസ്സുള്ള അക്ഷയെയാണ് കുന്നംകുളം സ്റ്റേഷൻ ഹൌസ് ഓഫീസർ UK ഷാജഹാന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചത്. കുന്നംകുളം കീഴൂരിൽ യുവാവ് കുഴഞ്ഞു വീണ് മരിച്ചു. കീഴൂർ തെക്കേക്കര വീട്ടിൽ ഫെബിന്റെ മകൻ 22 വയസ്സുള്ള ജോണാണ് മരിച്ചത്. മോട്ടോർ ഉയർത്തുന്നതിനിടയിൽ അബദ്ധത്തിൽ കിണറ്റിൽ വീണയാളെ അഗ്നിരക്ഷാസേന രക്ഷപ്പെടുത്തി. കടവല്ലൂർ ഹൈസ്കൂൾ സ്റ്റോപ്പിൽ കോവിൽ റോഡിൽ കളത്തിൽ വളപ്പിൽ 52 വയസ്സുള്ള അനിൽകുമാറാണ് കിണറ്റിൽ വീണത്. പട്ടികജാതി പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത കേസിൽ പ്രതിക്ക് ജീവപര്യന്തം തടവും 1.5 ലക്ഷം പിഴയും. വൈലത്തൂർ കുമാരൻ മനയിൽ വീട്ടിൽ പ്രസാദിനെയാണ് കുന്നംകുളം പോക്സോ കോടതി ജഡ്ജി S. ലിഷ കുറ്റക്കാരനെന്ന് കണ്ടെത്തി ശിക്ഷിച്ചത്. വാഹനങ്ങൾക്ക് ഭീഷണിയായിരുന്ന ചാവക്കാട് ബൈപ്പാസ് റോഡിലെ കുഴി നികത്തി. CCTV വാർത്തയെ തുടർന്നായിരുന്നു നടപടി. ഗുരുവായൂർ റോഡിൽ നിന്നും ബൈപ്പാസ് റോഡിലേക്കുള്ള തിരിവിലാണ് കുഴിയുണ്ടായിരുന്നത്. ഔറംഗാബാദിൽ വെച്ചുണ്ടായ റോഡപകടത്തിൽ കേച്ചേരി തലക്കോട്ടുകര സ്വദേശി മരിച്ചു. തലക്കോട്ടുകര ചുങ്കത്ത് വീട്ടിൽ ബിജു പോളാണ് മരിച്ചത്. എരുമപ്പെട്ടി തിപ്പല്ലൂരിൽ കാറും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രക്കാരന് ഗുരുതര പരിക്കേറ്റു. പെരുമ്പിലാവ് ആൽത്തറ സ്വദേശിയായ മുഹമ്മദിനാണ് പരിക്കേറ്റത്. ജലജീവൻ പദ്ധതിയുടെ പൈപ്പിടുന്നതിനിടെ തകർന്ന പഴഞ്ഞിപ്പള്ളി മുതൽ പെരുന്തുരുത്തി റോഡ് വരെയുള്ള ഭാഗത്ത് റോഡിൽ മെറ്റൽ പരത്തി. ടാറിംഗ് നടത്തിയില്ലെങ്കിൽ ഗുണം ലഭിക്കില്ലെന്ന് നാട്ടുകാർ പരാതിപ്പെട്ടു. തൃശൂർ കുറ്റിപ്പുറം റോഡ് നിർമ്മാണ സ്തംഭനം മണലൂർ MLA കഴിവുകേടാണെന്ന് മുൻ MLA PA മാധവൻ. തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാതയുടെ നിർമ്മാണം സ്തംഭിപ്പിച്ച നടപടിക്കെതിരെ കോൺഗ്രസ് പാവർട്ടി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചൊവ്വന്നൂർ ICDS പ്രൊജക്ടിൽ നിന്നും വിരമിച്ച അങ്കണവാടി ജീവനക്കാർക്ക് യാത്രയയപ്പ് നൽകി. കാർഷിക മേഖലയ്ക്ക് ഏറെ ആശ്വാസമാകുന്ന വേലൂർ കിടായിച്ചിറയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമാകുന്നു. KSRTC ബസ്സിൽ വെച്ച് യുവതി പ്രസവിച്ച സംഭവത്തിൽ അവസരോചിത ഇടപെടൽ നടത്തിയ ജീവനക്കാരെ ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ ഫോണിൽ വിളിച്ച് അഭിനന്ദനമറിയിച്ചു. ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിൽ സ്ഥാപിച്ച സോളാർ ലൈറ്റിന്റെ ഉദ്ഘാടനം നടന്നു. മുംബൈ ആസ്ഥാനമായുള്ള റവൻസ എന്റർപ്രൈസസ് എന്ന സ്ഥാപനമാണ് ഏകദേശം 1 ലക്ഷം രൂപ വരുന്ന ഹോം ഹോപ്പ് സോളാർ ലൈറ്റ് സൗജന്യമായി കോളേജിൽ സ്ഥാപിച്ചത്. ചൊവ്വല്ലൂർ വാദ്യസംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ ചൊവ്വല്ലൂർ സുനിലിന്റെ ശിക്ഷണത്തിൽ പരിശീലനം പൂർത്തിയാക്കിയ കുട്ടികളുടെ തായമ്പക അരങ്ങേറ്റം നടന്നു. മാധ്യമപ്രവർത്തകരുടെ സ്വതന്ത്ര ട്രേഡ് യൂണിയൻ സംഘടനയായ കേരള മീഡിയ പേഴ്സൺസ് യൂണിയൻ സംസ്ഥാന സമ്മേളനം നാളെ തിരുവനന്തപുരം PWD റെസ്റ്റ് ഹൌസ് ഹാളിൽ നടക്കും. 32 വർഷത്തെ അധ്യാപക സേവനത്തിന് ശേഷം സർവീസിൽ നിന്ന് വിരമിക്കുന്ന അണ്ടത്തോട് GMLP സ്കൂൾ പ്രധാനാധ്യാപിക പ്രസന്ന ടീച്ചർക്ക് സ്കൂൾ PTA കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യാത്രയയപ്പ് നൽകി. സ്ഥിരമായി യാത്ര ചെയ്യുന്ന KSRTC ബസ്സിലെ കണ്ടക്ടർക്ക് യാത്രയയപ്പ് നൽകി തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ജീവനക്കാരുടെ കൂട്ടായ്മ. സർവീസിൽ നിന്നും വിരമിക്കുന്ന ചാലക്കുടി ഡിപ്പോയിലെ കണ്ടക്ടർ പുരുഷോത്തമന് വേണ്ടിയാണ് യാത്രയയപ്പ് നടത്തിയത്. ചാവക്കാട് ബ്ലോക്ക് തല സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ സ്വാഗത സംഘ രൂപീകരണം കൊച്ചന്നൂർ സ്കൂളിൽ നടന്നു. സാമൂഹ്യനീതി വകുപ്പിന്റെ കുന്നംകുളം സ്മൃതിപഥം ഡിമെൻഷ്യ പകൽ പരിപാലന കേന്ദ്രത്തിൽ സൗജന്യ മെമ്മറി ക്ലിനിക്ക് സംഘടിപ്പിച്ചു. മന്നലാങ്കുന്ന് ഷെയ്ഖ് ഹലർമി തങ്ങളുടെ ജീവചരിത്രം എഴുതിയ പുസ്തകം പ്രകാശനം ചെയ്തു. മഹൽ ഖത്തീബ് നിസാർ അഹ്സനിയുടെ സാന്നിധ്യത്തിൽ മഹൽ പ്രസിഡന്റ് MA അലാവുദ്ദീൻ, അൻവർ മുഹിയുദ്ദീൻ ഹുദവി എന്നിവർക്ക് പുസ്തകം നൽകിക്കൊണ്ട് പ്രകാശനം നിർവഹിച്ചു. ജീവജ്വാല അക്കാദമിയുടെ നേതൃത്വത്തിൽ വേലൂർ ഗവൺമെന്റ് RSRV ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ടാലന്റ് ഹണ്ട് സമാപിച്ചു. CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ CCTV ഹോട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, യൂട്യൂബ് ചാനൽ, ഫേസ്ബുക്ക് പേജ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv.online.tv സന്ദർശിക്കുക. നമസ്കാരം.